നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ കാണിക്കേണ്ട ഒരു കാര്യം പ്രൂഫ് തന്നെയാണ്. അതൊരു സോളിഡ് പ്രൂഫ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തർക്കിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഡാഷ് ക്യാമറ അത്യാവശ്യമാണ്. യെസ്, ഞാനൊരു ഡാഷ് ക്യാമറ തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഡാഷ് ക്യാമറ എല്ലാവരും വാഹനത്തിൽ ഉറപ്പായിട്ട് ഫിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു ഡാഷ് ക്യാം എന്ന് പറയുമ്പോൾ, അതായത് ബോട്ട്സ് ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡാഷ് ക്യാമാണ് ഞാൻ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് അഡാസ് ഫീച്ചർ ഉണ്ട്. 4K വീഡിയോ റെക്കോർഡിംഗ് ആണ്. നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഒരു സമയത്ത് ഒരു യാത്ര പോകുന്നൊരു ഫുട്ടേജോ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതും ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. 4K റെക്കോർഡിംഗ് ഉണ്ട്. ബാക്കിലത്തെ ക്യാമറ വരുന്ന ഫുൾ HD ആണ്. സ്റ്റാർ വിസിൻ്റെ ക്യാമറ സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു അൺബോക്സിങ്ങും ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ആ കൂട്ടത്തിൽ ഒരു ഡാഷ് ക്യാം കൂടെ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നാലോ? അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ഡാഷ് ക്യാം insider.in ആണ് ഇവരുടെ വെബ്സൈറ്റ്. കിടുക്കം പാക്കിംഗ് ആണ്. അങ്ങനെ ഈ ഒരു ബോക്സ് ആണ് നമുക്ക് വരുന്നത്. ഈ ബോക്സ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണാൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ബോട്ട്സ് ലാബിൻ്റെ ഈ ഒരു ക്യാമറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 18,999 ആണ് വരുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. പക്ഷേ അതിലും നിങ്ങൾക്ക് നല്ല കിടുക്കൻ ഓഫർ ഞാൻ തരാം. അതായത് 1000 രൂപയോളം ഡിസ്കൗണ്ട് കിട്ടും. ഒരു ഓൺലൈൻ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടാത്ത ആ ഒരു ഡിസ്കൗണ്ട് കൂടെ കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വയറിംഗ് ഹാർനസ് കിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വയറിംഗ് ഹാർനസ് കിറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 24/7, അതായത് വാഹനം ഇതുപോലെയൊക്കെ ജസ്റ്റ് ഐഡിയലി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് പോലും റെക്കോർഡിംഗ് നടക്കും. ആ രീതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വയറിംഗ് ഹാർനസ് കിറ്റ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അൺബോക്സ് ചെയ്യാം. യെസ്, നമുക്ക് ആദ്യം തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ബോട്ട്സ് ലാബ് യൂസർ മാനുവൽ പല ഭാഷയുടെയാണ് വരുന്നത്. ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ടാണ് 2 സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ മാറ്റി വെച്ചു. നമ്മുടെ നല്ല കിടുക്കാച്ചി ബോട്ട്സ് ലാബിൻ്റെ ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. ബോട്ട്സ് ലാബ് എന്നൊരു നല്ലൊരു ലോഗോ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 4K AI എൻഹാൻസ്ഡ് ക്യാമറ. പ്ലീസ് റിമൂവ്. യെസ്, അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറ കാണാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെയാണ് ഈ വരുന്നത്. അതായത് നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒട്ടിക്കാനുള്ള പോർഷനാണ്. ഗ്ലാസ്സിലോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏതൊരു ആംഗിളിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണം, ആ ഒരു ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ബാക്കിലത്തെ ഇതും കൂടി ഞാനൊന്ന് പീൽ ഓഫ് ചെയ്യുകയാണ്. ബോട്ട്സ് ലാബ് 4K എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് കാണാൻ സാധിക്കും. ലൈറ്റ് ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. താഴെ നമുക്ക് 3 ബട്ടൺസ് അവൈലബിൾ ആണ്. ഒരു ഗാലറി ബട്ടൺ അവൈലബിൾ ആണ്, ഒരു സെറ്റിംഗ് ബട്ടൺ അവൈലബിൾ ആണ്, ഒരു മൈക്ക് ബട്ടൺ അവൈലബിൾ ആണ്. ഒരു മെമ്മറി കാർഡും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്, ഒരു 64 GB. അപ്പോൾ ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിലൊരെണ്ണം ഞാനിങ്ങനെ എടുക്കുകയാണ്. അതിൽ ബാക്കിലോട്ടുള്ള ക്യാമറയും ലയൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. സംഗതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഗ്ലാസ്സിൽ ഒട്ടിച്ച് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തൊരു ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇതിനകത്ത് ഒരു വയറൊക്കെ കയറ്റി വിടാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂള് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു USB A to B നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാർജർ അഥവാ നമുക്കിതിന് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. നമ്മുടെ ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഒരു ESD സ്റ്റിക്കർ നമുക്ക് കിട്ടും. സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ നിന്ന് ഡാഷ് ക്യാം നാളെ പറിച്ചെടുക്കണമെങ്കിൽ പോലും ഗ്ലാസ്സിന് വേറെ ഇഷ്യൂസ് വരത്തില്ല. സ്റ്റിക്കർ ഒട്ടിയിരിക്കുന്ന ഒരു പാടോ കാര്യങ്ങളൊന്നും ഗ്ലാസ്സിൽ വരുന്നതായിരിക്കത്തില്ല. നമ്മുടെ ഈ ഗ്ലാസ്സിലെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം മാത്രം ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക. ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കറക്റ്റ് സെൻറ്റർ നോക്കി ഒട്ടിക്കാൻ സാധിക്കും. വയർ കൊടുക്കുമ്പോൾ ഒത്തിരി താഴോട്ടായി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഒരു പോർഷനിൽ തന്നെ ഇങ്ങനെ കൊടുക്കാം. നന്നായിട്ട് ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തു. ഇനി ഈ ഒരു ലൈൻ കറക്റ്റാക്കി, അതായത് ഈ മേളത്തെ ലൈൻ കറക്റ്റാക്കി ഞാൻ ഇവനെ അങ്ങ് ഒട്ടിക്കുകയാണ്. ഇത് ഞാനങ്ങ് പറിച്ച് കളഞ്ഞു. എന്നിട്ട് ഇത് കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ കാണാൻ സാധിക്കും. അതിലോട്ട് ഞാൻ ഇവനെ കറക്റ്റായിട്ട് അങ്ങ് ഒട്ടിക്കാൻ പോവാണ്. 1 മിനിറ്റെങ്കിലും ഇങ്ങനെ ഒന്ന് പിടിച്ച് വെച്ചേക്കാന്നുണ്ടെങ്കിൽ വേറോ കാര്യങ്ങളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. നന്നായിട്ടൊന്ന് ഹാർഡായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നനക്കി നോക്കുക. ഓക്കെ, ടൈറ്റാണ്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുമോ എന്നും കൂടെ നോക്കുക. ഓക്കെ, അത് സെറ്റാണ്. വയർ ഇതിലൊരു B ടൈപ്പ് കേബിളും ഒരു A ടൈപ്പ് കേബിളുമാണ് വരുന്നത്. A നേരെ ഇതിലേ കയറി ഇതിലേ വന്ന് ഇതിലേ ഇറങ്ങി ഇവിടെ വരുന്ന രീതിക്ക് നമ്മൾ അന്ന് ഫിറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ വന്നു. ഇതൊക്കെ ഞാൻ അഴിച്ചു വെച്ചിരിക്കുന്ന വേറൊരു പരിപാടിയിലാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഏതായാലും ഒരു ലൈൻ ഇതിലെ നമ്മൾ കയറ്റി വിടുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ റിവേഴ്സിൻ്റെ ലൈനും കൂടെ ഞാൻ ഇതിലെ കയറ്റി വിടുകയാണ്. അതായത് റിവേഴ്സ് ക്യാമറയുടെ ലൈനും കൂടെ ഞാൻ ഇതിലെ തന്നെ കയറ്റി വിടുകയാണ്.
ചെയ്യുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വൃത്തിയായിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ വാഹനത്തിൽ കയറുന്നവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഇത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. പിന്നെ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഫിറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ട ആൾ വരെ വന്ന് ഫിറ്റ്മെൻറ്റ് ചെയ്തു തരും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഫിറ്റ്മെൻ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഇത് ഫിറ്റ് ചെയ്ത് തരാൻ വരെ ആളുണ്ട്. ഒന്ന് ടാഗ് ചെയ്ത് വെക്കുകയാണ്. കാരണം ഒന്ന് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പിന്നെ ഇത് അനക്കോ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. ഇൻസുലേറ്റ് ചെയ്യുന്ന കഴിഞ്ഞും നല്ലത് ടാഗ് ചെയ്തിടുന്നതാണ്. കാരണം ഇൻസുലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ ആ ചുറ്റുന്ന ടേപ്പ് കുറേ വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഊരിപ്പോയുള്ള ചാൻസസ് കൂടുതലാണ്. ടാഗൊക്കെ ആകുമ്പോൾ ഒരു കാരണവശാലും പോകത്തില്ല. നമ്മൾ ഈ വയർ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിലെ നേരെ താഴോട്ടെടുത്ത് ഇവിടെ താഴെയെല്ലാം ടാഗ് ചെയ്ത് ഇവിടെ ഇനിയിപ്പോൾ ടാഗ് ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിലേ ഒന്ന് കൊണ്ടുവന്ന് ഇതിനകത്തൂടെ ഈ ഗിയർ ലിവർ നോബിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങെടുത്തു. അത്യാവശ്യം വേണ്ട ലെങ്ത് മാത്രം ഇട്ടുകൊണ്ട് കണ്ടോ, നമുക്കിവിടെ ഒരു ചെറിയ ഹോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഈ വയർ സുഖമായിട്ട് പോന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ടൈറ്റാക്കി വെക്കുക. ഇനി ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു കവറൊക്കെ പതുക്കെ കീറി തുടങ്ങി, ഇത്ര വർഷമായതല്ലേ. അപ്പോൾ ഇനി ഇത് നേരെ നമുക്ക് കണക്ട് ചെയ്താൽ മതി. അങ്ങോട്ടുള്ള പവർ സപ്ലൈ, അതായത് ഈ ഒരു ക്യാമറയിലോട്ടുള്ള പവർ സപ്ലൈ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് ബാക്കിലത്തെ ക്യാമറയിലോട്ട് പോകേണ്ട ലൈനാണ്. ഈ ഒരു ലൈൻ നമ്മൾ ഇതിലെ നേരെ മേളിൽ കൂടെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ബാക്കിൽ ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെഡാൻ വാഹനത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗ്ലാസ്സിലോട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഗ്ലാസ്സിലോട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും സെഡാൻ വാഹനങ്ങളാണെങ്കിൽ. പക്ഷേ ഒരു ഹാച്ച് ബാക്ക് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും പ്രശ്നം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് തുറക്കാനുള്ളത് കൊണ്ട് നമുക്ക് വയർ ഇതിലേ കൊണ്ടുവന്നാലും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അന്നേരം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തോടെ കൊണ്ടുവന്നിട്ട് ഈ വയർ വഴി കയറ്റി, അതായത് ഈ ഒരു കപ്ലർ വഴി ഈ ഒരു റൂട്ട് വഴി കയറ്റി ഇതിനകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിലേ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുക്കാൻ സാധിക്കും. അതായത് ഇതിലേ ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു പ്രൊവിഷനാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്, ടൈം ടേക്കിംഗ് പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ സ്വന്തം വാഹനമല്ല, നിങ്ങൾ വേറൊരു വാഹനത്തിലാണ് തൽക്കാലം ഫിറ്റ് ചെയ്യുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റണം. അല്ലെങ്കിൽ എൻ്റെ ഒരു പഴയ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുന്നു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മാറ്റാനുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേ വയർ കൊണ്ടുവന്ന് ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു അല്പം വയർ കൂടുതലിട്ട് ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ താഴത്തെ പോർഷനിൽ സ്റ്റിക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസും കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ഈ ക്യാമറ സ്റ്റിക്ക് ചെയ്ത് വെക്കാം ഒന്നെങ്കിൽ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇത് ഇവിടെ തന്നെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പക്ക ആയിരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് പെർമനൻറ്റ് സൊല്യൂഷനാണ്. കാരണം ഇതിലെ വയർ ഇതിനകത്തൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്കിലത്തെ ലൈൻ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ കണ്ടോ ഈ ഒരു പോർഷനിൽ കൂടെ അകത്ത് കയറ്റി, അതായത് അത്യാവശ്യം നന്നായിട്ടൊന്ന് അകത്തോട്ടൊന്ന് കയറ്റി ചെറിയ രീതിക്കെങ്കിലും ഒരു ടൈറ്റ്നസ് വന്ന് ഇതിലെയാണ് ഞാൻ ബാക്ക് വരെ കൊണ്ടുപോകുന്നത്. ഇവിടം വരെ നമ്മൾ ഈ ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് റിവേഴ്സ് ക്യാമറയുടെ ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുകൂടെ കയറി ഇതിവിടെ വരണം. ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇതിങ്ങനെ പോകുന്നത്. നമ്മളിവിടെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യുക. ഒരല്പം എണ്ണ, ഏതെങ്കിലും ഒരു ഓയിലൊന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട്, കാരണം അത് റബ്ബർ പോർഷനായിട്ട് സ്റ്റക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇടയ്ക്ക്. അങ്ങനെ സ്റ്റക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ലൂബ്രിക്കേഷന് ലൂബ് എന്തെങ്കിലും തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നേരെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് കയറി പോകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. യെസ്, അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേപ്പ് അഴിച്ച് ഇതിങ്ങനെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഫയർ ഞാൻ ഈ ഒരു പോർഷനിൽ കൂടെ എടുത്ത് പുറത്തോട്ട് ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് അഴിക്കാം. യെസ്, അപ്പോൾ നമ്മളിത് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഹോള്, ഈ ഒരു പോർഷനിൽ ചെറിയ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനകത്തൂടെ കയറിപ്പോകണം. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വേണ്ടേ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. സൗണ്ട് പ്രൂഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേപ്പാണ്. അതായത് വയറ് കാര്യങ്ങളൊക്കെ നമ്മൾ ടാഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ടേപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് വെറുതെ ടേപ്പ് ചെയ്യുന്നതിന് പകരം ഈ ഒരു സംഗതി യൂസ് ചെയ്താണ്. ഇതൊരു ക്ലോത്ത് മെറ്റീരിയലാണ് വരുന്നത്. ഒരു കാരണവശാലും ഇവൻ ഒരു ഗട്ടറിലൊക്കെ ചാടിയാൽ ഇവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. കണ്ട ഒരു ക്ലോത്ത് മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്താണ് ഞാനിതൊന്ന് ടൈ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സാധനം അയച്ചു തരുന്നതായിരിക്കും. കയറിയെന്ന് കൺഫേം ആക്കി കാണാം. യെസ്, ഫുള്ള് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ഇൻസേർട്ട് ചെയ്തു. ഇനി ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ്. ഇതിവിടെ ഒരു ആരോ മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതുമായിട്ട് കോയിൻസൈഡ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതൊന്ന് ടേപ്പ് ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറ്റി വെക്കാൻ വേണ്ടി. അപ്പോൾ അതിന് മുമ്പ് എത്ര ഡിസ്റ്റൻസ് വേണമെന്നുള്ളതും കൂടി ഞാൻ നോക്കുകയാണ്. ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് അധികം വയർ വേണ്ട, വളരെ കുറച്ച്, ഇത്രയും വയർ മാത്രം ഞാനിവിടെ ഇടുന്നുള്ളൂ. ഈ ഒരു വയർ വെച്ചുകൊണ്ട് ബാക്കി ഫുള്ള് ഞാൻ അകത്തോട്ട് കൊണ്ടുപോവാണ്.
നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ്. ഒന്ന് ഓൺ ആക്കി വെച്ചും ഇതെങ്ങനെ വെക്കണമെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇവിടെ ഇറക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള രീതിക്ക് നമുക്കിത് ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്കിനി ഫ്രണ്ടിലത്തേയും കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് ഓൺ ആക്കി നോക്കാം. ഈ ഒരു മെമ്മറി കാർഡ് ഞാൻ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. ലൈനും കൂടെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഏരിയ മാത്രമേ ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആസിറ്റീസ് ഞാനിവിടെ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാം പണി തീരാൻ വേണ്ടി കിടക്കുന്നുള്ളൂ. അകപ്പാടെ വാഹനം മുഴുവൻ മുഷിഞ്ഞടക്കുകയാണ്. കുറച്ചേറെ ഡീറ്റെയിലിങ്ങും പണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വരുന്നേ ഉള്ളൂ. ഏതായാലും അപ്പോൾ നമ്മളിപ്പം കാർഡ് ഇൻസേർട്ട് ചെയ്തു. ഇനി ഞാൻ കീ ഒന്ന് ഓൺ ആക്കി ഇതിനെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതായത് ബാക്കിലത്തെ ക്യാമറ നമ്മൾ കണക്ട് ചെയ്തു, പക്ഷേ ആംഗിൾ ചെയ്തിട്ടില്ല. ബാക്കിലത്തെ ക്യാമറ എങ്ങനെ ആംഗിൾ വേണമെന്നുള്ള സെറ്റ് ചെയ്യണം. ഈ ഒരു ക്യാമറ നമുക്കിപ്പോൾ ഒന്ന് ആംഗിൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ACC ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് നമ്മുടെ കറണ്ട് ഇപ്പോൾ വരും. യെസ്, അവൻ ഓണായി. ഇതേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല കിടുക്കാച്ചിയാണ്. എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ടു എൻഷുർ പ്രോപ്പർ ഫിറ്റിംഗ് പ്ലീസ് ഫോർമാറ്റ് ദ മെമ്മറി കാർഡ്. അപ്പം മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. ഇത് ടച്ച് അല്ല, നമുക്ക് ഇതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ TFT കാർഡ് ഫോർമാറ്റിംഗ് കാണിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഇനി സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ എല്ലാ കാര്യങ്ങളും GPS-ൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, ബ്ലൂടൂത്ത് കാണിക്കുന്നുണ്ട്, മൈക്ക് ഓൺ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ സെറ്റിംഗ് ആണ്, അലൈൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഞാനൊന്ന് അലൈൻ ചെയ്യാണ്. അലൈൻ ദ പാരലൽ ലൈൻസ് വിത്ത് ദ ഹോറിസോണ്ടൽ ആൻഡ് ദ കാർ ഫ്രണ്ട് മിഡ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ് കിട്ടണമെന്നില്ല, നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഏരിയ ആണ് കിട്ടേണ്ടത്. ഏതായാലും നല്ല വൈഡ് ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. 170 ആണ് ഇതിൻ്റെ ആംഗിൾ വരുന്നത്. 4K റെക്കോർഡിംഗ് ആണ് വരുന്നത്. ചാർജിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി അല്ല വരുന്നത്, സൂപ്പർ കപ്പാസിറ്റർ ആണ് വരുന്നത്. അതായത് ഇതിൻ്റെ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇഷ്യൂ നമുക്ക് വരുന്നതായിരിക്കത്തില്ല. സൂപ്പർ കപ്പാസിറ്റർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. സെറ്റിങ്സ് ബട്ടണാണ് വരുന്നത്. സെറ്റിങ്സിൽ നമുക്ക് ഓരോന്നും, നമുക്ക് കോൺടാക്ട് യുവർ ഫോൺ ഓപ്ഷൻ ഉണ്ട്, റെക്കോർഡ് സെറ്റിങ്സ് ഉണ്ട്, പാർക്കിംഗ് മോഡ് സെറ്റിങ്സ് ഉണ്ട്, ഡ്രൈവിംഗ് അസിസ്റ്റ് ഉണ്ട്, സിസ്റ്റം സെറ്റിങ്സ് ഉണ്ട്, അബൌട്ട് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഡ്രൈവിംഗ് അസിസ്റ്റ് എടുത്തിട്ട് ഫറ്റീഗ്, അതായത് നമ്മൾ ഉറക്കം തൂങ്ങുക വല്ലതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓണാണ്. അതായത് റിമൈൻഡ് ഫോർ ഡ്രൈവർ കണ്ടിന്യൂസ്ലി ഫോർ മോർ ദാൻ 2 or 4, 6, 8 hours, അതായത് 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോയിസ് തരും. സേഫ് ഡ്രൈവിംഗ് റിമൈൻഡർ, അത് ഡിറ്റക്ട്സ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ബിഹേവിയേഴ്സ് ആൻഡ് എന്തെങ്കിലും നമ്മൾ നല്ല വെട്ടിച്ചൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇത് നമുക്കൊരു അവയർനെസ് തരുന്നതായിരിക്കും. അസിസ്റ്റീവ് ഡ്രൈവർ റിമൈൻഡർ, ഫ്രണ്ടിൽ കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ അറിയാനുള്ളത് എല്ലാം ഓണാണ്. ഫ്രണ്ട് കാർ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ അറിയിക്കുന്നു. അത് നമ്മൾ എവിടെയെങ്കിലും ട്രാഫിക്കിൽ കൊണ്ടിട്ട് ഫോണൊക്കെ തോണ്ടിയിരിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പെഡസ്ട്രിയൽ കൊളീഷൻ, പെഡസ്ട്രിയൽ ആരെങ്കിലും ഫ്രണ്ടിലോട്ടൊക്കെ എടുത്ത് ചാടുകയാണെങ്കിൽ നമുക്കൊരു വാർണിംഗ് തരും. ലൈൻ ഡിപ്പാച്ചർ, ഇതെല്ലാം ഫീച്ചേഴ്സും ഓണാണ്. സ്പീക്കർ വോളിയം മീഡിയം ആണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് ഹൈ ഇടാൻ പറ്റും. ഞാൻ തൽക്കാലം ഒന്ന് ഹൈ ഇടുകയാണ്. നമുക്ക് ജസ്റ്റ് സൗണ്ട് ഒന്ന് നോക്കാം. ലോക്ക് ബീപ്പ്, സ്ക്രീൻ ഡിസ്പ്ലേ നമുക്ക് എങ്ങനെ വേണം 1 മിനിറ്റിന് ഓഫ് ആവുന്ന രീതിക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ടൈം ഓൺ ആക്കി ഇടാനുള്ള ഓപ്ഷൻ ചെയ്യാം. ക്ലോക്ക് സ്ക്രീൻ സേവറായിട്ട് ഓൺ ആക്കി ഇടുന്നുള്ളൂ, നല്ലൊരു കാര്യമാണ്. അബൌട്ട്, ഇനി കണക്ട് യുവർ ഫോൺ, ബ്ലൂടൂത്ത് പെയറിങ്. ഞാൻ ഫോണൊക്കെ ഒന്ന് കണക്ട് ചെയ്യട്ടെ. വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി പാർക്ക് മോണിറ്റർ ഓഫ്, ഇത് നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ലോ, മീഡിയം, ഹൈ. ഇത് നമുക്ക് ആ മെയിൻ ലൈൻ കണക്ട് ചെയ്യണം. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇത് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്കും, ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും 70 ഡിഗ്രി, -20 തൊട്ട് 70 ഡിഗ്രി വരെ, അതായത് അത്രയും ഹീറ്റ് ആയാലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല. പിന്നെ ബാക്കിലത്തെ ഗ്ലാസ് കുറച്ച് മങ്ങിയിരിക്കുന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ബാക്കിലത്തെ അത്രയും വൃത്തിയായിട്ട് കാണാത്തത്. അതും കൂടെ ഞാൻ ബാക്കിലത്തെ ഗ്ലാസും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ബോട്ട്സ്ലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് വരുന്നത്. BOTSLAB സ്ലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇനിയിപ്പോൾ നമുക്ക് ലൈവ് ബ്രോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് ഫോൺ ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ ഇത് നമുക്ക് ഈ ഫോൺ കണക്ട് ചെയ്താൽ മാത്രം ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലാത്ത പക്ഷം നമുക്കിത് കാണാൻ സാധിക്കത്തില്ല. യെസ്, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷന് കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. എത്ര നേരമായിട്ട് ഇത് ഓൺ ആയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ GPS-ൻ്റെ ലൊക്കേഷന്, ടൈം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിപ്പോൾ ലൈവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡാറ്റയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞാനിവനെ ഏതായാലും ഒന്ന് അഴിക്കുകയാണ്. യെസ്, എന്നിട്ട് ഇവനെ നേരെ ഈ സെൻറ്റർ പോർഷൻ നോക്കി ഇവിടെ അങ്ങോട്ട് ഒട്ടിക്കുകയാണ്. തിരിച്ചങ്ങോട്ട് ഫിറ്റ് ചെയ്യുകയാണ് പഴയ കണ്ടീഷനിലോട്ട് തന്നെ. ഇത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഈ ഒരു മോഡലല്ല, HR30 എന്ന് പറയുന്ന ബോട്ട്സ്ലാബിൻ്റെ തന്നെ ഒരു സിംഗിൾ ചാനൽ മോഡൽ, അതായത് 4000 രൂപ വില വരുന്ന ഒരു ഡാഷ് ക്യാമറ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു കമൻറ്റ്, വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ഫെബ്രുവരി ഏറ്റവും ലാസ്റ്റ് ഡേ നമ്മളൊരു നറുക്കിട്ട്
ആർക്കാണ് കിട്ടുന്നത് അവർക്കത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇനിയും ഒരുപാട് കിടിലൻ ഓഫേഴ്സ് വരുന്നുണ്ട് ഈ ഒരു കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഇട്ടേക്കുക. വീഡിയോസ് എല്ലാം കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു യാത്ര ഇറങ്ങുകയാണ്. യാത്ര എന്ന് പറയാൻ പറ്റില്ല, ഈ ക്യാമറയുടെ റിവ്യൂ ഒന്ന് നോക്കാൻ വേണ്ടി. രാത്രിയിലത്തെ വിഷ്വല് ഞാൻ എടുത്തായിരുന്നു. ഏകദേശം ഒരു ഉച്ച സമയത്തെ വിഷ്വലും ഏറെക്കുറെ എനിക്ക് കിട്ടിയായിരുന്നു. എന്നാൽ നമുക്കിനി ഒരു 5 മണി സമയമൊക്കെ ആകുമ്പോൾ എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്നറിയാം. ഞാൻ എല്ലാ വിഷ്വൽസും കൂടെ ഇവിടെ കാണിച്ചോളാം. ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ടും കൂടെ നമുക്ക് വളരെ കണ്ടോ, ഇപ്പോൾ ഒരു പെഡസ്ട്രിയലിനെ കണ്ടതിൻ്റെയാണ് അതങ്ങനെ പറയുന്നത്. പിന്നെ ടു ക്ലോസ് ആകുന്ന സമയത്ത്, അതായത് വേറൊരു വാഹനത്തിൻ്റെ പുറകിൽ നമ്മൾ ഏറെക്കുറെ കുറച്ചൊന്ന് അടുത്താകുമ്പോഴത്തേക്കും അതും പറയുന്നുണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു രീതിക്ക് ഒരു വാർണിംഗ് തരുന്നുണ്ട്. അതൊരു നല്ലൊരു പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം കണ്ടിന്യൂസ് ഒരു 2 മണിക്കൂറോളം കണ്ടോ, ഇവിടെ ആൾക്കാർ നടന്നു പോയതിൻ്റെ നമ്മളിപ്പം കുറേ നേരം 2 മണിക്കൂറൊക്കെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ടീ ബ്രേക്ക് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫറ്റീഗ് ആകാതിരിക്കാൻ വേണ്ട, ഒരു ഉറക്കക്ഷീണോ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇത് നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിക്ക് ലെയിൻ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വരും. മൊത്തം പെഡസ്ട്രിയൻ ആയിരുന്നു. ശരി, ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സമയത്ത് പിന്നെ ഇതുപോലെ കുലുക്കമൊക്കെ സംഭവിക്കുകയാണ്. പെട്ടെന്നൊരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുലുക്കമൊക്കെ വരികയാണെങ്കിൽ അന്നേരം എമർജൻസി റെക്കോർഡിങ്ങിലോട്ട് പോകും. എന്താണ് എമർജൻസി റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളറിയാതെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നേരം റെക്കോർഡ് ചെയ്ത് ഈ ഫയൽ മാറ്റിയാണ് വെക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ ഒരു ഫയൽ മാത്രം നമുക്ക് നാളെ ഒരു സമയത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോവാതെ സേവ് ചെയ്താണ് ഈ ഒരു ഫയൽ കീപ്പ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഫ്രണ്ടും ബാക്കും വിഷ്വൽസ് കാണാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ പറയുന്ന സൗണ്ട് ഞാൻ ആ വീഡിയോക്കകത്തുനിന്ന്, അതായത് ഈ ഒരു ഡാഷ് ക്യാമിൻ്റെ ശരിക്കുള്ളൊരു വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അതിൽ വേറെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഉള്ളൊരു വോയിസ് ആയിരിക്കും നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. എങ്ങനെയുണ്ട് അതിൻ്റെ സൗണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ കൊടുത്തേക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും ഇതിൻ്റെ അലേർട്ട്സ് തരുന്നത്. നിങ്ങളിപ്പോൾ ഫ്രണ്ടിൽ കാണാം, ഞാനിപ്പോൾ ഒരു വാഹനത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലോട്ട് എത്താറായിട്ടുണ്ട്. പെഡസ്ട്രിയൽ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ക്ലോസ് ആണെന്നുള്ള കാണിക്കുന്നുണ്ട്. വേറൊരു വാഹനമായിട്ട് ഇച്ചിരി ക്ലോസ് ആണ്, അതുകൊണ്ട് ഇച്ചിരി ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രാഗാഞ്ജന എങ്ങനെയുണ്ട്? യെസ്. അപ്പം ഞാൻ രാഗാഞ്ജനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. രാഗാഞ്ജനയ്ക്ക് പലർക്കും കാണാൻ പറ്റത്തില്ലായിരിക്കും. ഒന്ന് കാണിച്ചു കൊടുക്കാം. രാഗാഞ്ജന ഒരു ഹായ് പറഞ്ഞ അവിടെ നോക്കി. ഉണ്ട് അവിടെ. യേസ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ട്രിപ്പ് പോവുകയാണ്. എങ്ങനെയുണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. ഇതാണ് ഞങ്ങളുടെ മെയിൻ അജണ്ട. ഏതായാലും ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് അത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെയാണ് പോകുന്നത്. ഇനി ഒരു ഇടവഴി കയറി ഒരു ചെറിയ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഉള്ളൊരു കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കറക്റ്റ് കുമാരനല്ലൂരാണ് ഇപ്പം ഞാൻ പോകുന്നത്. കുമാരനല്ലൂർ മേൽപ്പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ നേരെ ഇറങ്ങി നമ്മുടെ പഴയ MC റോഡ് വഴി തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും ആ റൂട്ടാണ് ഞാനിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഔട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും നല്ല ക്ലാരിറ്റി, അതായത് 4K റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഗ്ലാസിൻ്റെ ഒരു കേസ് കൂടി ഞാൻ എടുത്തൊന്ന് പറഞ്ഞോട്ടെ. ഗ്ലാസിൻ്റെ പുറത്ത് കുറേ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു ഡിസ്ട്രാക്ഷൻസ് അല്ലാതെ സംഗതി ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുടെ കേസ് കേട്ട് അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമുക്കധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അന്നേരം മാറിക്കിട്ടും. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് വേറെ തലവേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. യെസ്. അപ്പോൾ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചോണം. ഇനി ഒന്നുകൂടെ കേൾക്കാം. കേട്ടില്ല. ഓക്കെ. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. യെസ്, പെഡസ്ട്രിയൽ നടന്നു വരുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ലോങ്ങൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പെഡസ്ട്രിയലിൻ്റെ ഓഫ് ആക്കിയിടുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞത്. കാരണം ഒരു രക്ഷയില്ല. വഴിയിൽ ആൾക്കാരിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ശ്രദ്ധിക്കൂ ആൾക്കാർ നടന്നു പോകുന്നുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ സൗണ്ട് കുറയ്ക്കാൻ സാധിക്കും. ഞാനിതിൽ ഹൈ ആണ് ഇട്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ലോ ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അതായത് വളരെ ചെറിയ സൗണ്ടിൽ അവിടെ ഒരു പെഡസ്ട്രിയൽ ഉണ്ടായിരുന്നു. ഓക്കെ, ചെറിയ സൗണ്ടിൽ കേൾക്കാൻ വേണ്ടിയുള്ള രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ ഡാഷ് ക്യാമറ വെച്ചോണം. കാരണം
ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏത് രീതിക്കാണ് നമുക്ക് പണി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു സേഫ്റ്റി സൈഡ് നമ്മൾ വാഹനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യത്തിന് പൈസ കളയുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മേടിച്ച് വെക്കുന്നുണ്ട്, ഒരു ഡാഷ് ക്യാം അത്യാവശ്യമായിട്ട് നിങ്ങൾ മേടിച്ച് വെച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാതെ ഒരു സേഫ് ആയിട്ടുള്ള ഡ്രൈവ് പറ്റും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് നമ്മുടെ ബാക്കിലോട്ട് തട്ടി വെച്ചും പോയാലോ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ ചെയ്താലോ നമുക്കൊരു തെളിവ് എപ്പോഴും നമ്മുടെ കൈ വേണം. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടിടിച്ചെന്നുള്ളൊരു പേര് വേണമെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറാസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് ശരിക്കും ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്യുക. അതായത് ഒരു ക്യാമറ ഉറപ്പായിട്ടും മേടിച്ച് വെക്കുക. ഈ ക്യാമറ മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ സൈറ്റിൽ കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കും. 1000 രൂപ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും.